ഇന്നേ നമ്മൾ ഉണ്ടാക്കണതില്ലേ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാത്തൊരു സാധനമാണ്. അപ്പൊ അമ്മൂട്ടിക്കില്ലേ ഇതുണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അമ്മു പറഞ്ഞു അമ്മ ഞാൻ ഉണ്ടാക്കാതെ ഇതൊന്ന് കുഴച്ചു കൊടുക്കണ പരിപാടി ഉണ്ട് കേട്ടോ. ചിക്കൻ വറുത്തും കൊടുക്കണം. ഇത് മാത്രമേ ഇക്കൂ വേണ്ടുള്ളൂ. അപ്പൊ എന്താണ് ഉണ്ടാക്കണത് പറഞ്ഞു കൊടുക്കാം അമ്മോ. പിസ്സ. അമ്മുന്റെ പിസ്സ. കുറച്ച് പഞ്ചസാര കേട്ടോ. വെച്ചോ. അമ്മു പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കി കുഴച്ചു കൊടുക്കണ്ട്. ഉപ്പ് അളവ് നമ്മൾ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് അളവ് കയ്യളവ് ഞാനിക്ക് ഇസ്റ്റ്. ആ വെള്ളം എടുക്ക ചുട്ടി കേട്ടോ ഇളക്കി. കാരണം നമ്മളിതിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അമ്മൂല്ലേ ഇന്നലെ തുടങ്ങിയതാണ്. അമ്മ ഞാൻ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറേ ഉണ്ടാക്കണം. നമുക്കൊന്ന് പച്ചവെള്ളം മതി. പച്ചവെള്ളം ചൂടുവെള്ളം ഉണ്ടേ. എന്നാ ചൂടുവെള്ളം എടുക്ക്. ഞാൻ പച്ചവെള്ളത്തിൽ കുഴക്കാൻ വിചാരിച്ചു. പിന്നെ ചൂടുവെള്ളം ചൂടാക്കി മൊത്തം പാട് ഒഴിക്കരുത്. ചെറിയ ഒരു പാത്രം എടുക്ക്. എന്താ അമ്മൂ മൈദേനതേ. ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. ഇന്നേ നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പയ്ക്കും കുട്ടിയച്ഛൻ്റെ മകനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളില്. ഇതിൻ്റെ ഉള്ളില്. അതാ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു ചപ്പാത്തിയുടെ പോലെ കുഴച്ചു തരാൻ പറഞ്ഞു. ഞാനതുപോലെ ചേട്ടാ ഔ പല്ലും കൊണ്ട് മതി 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 അമ്മു. അപ്പൊ നീ കുഴച്ചാൽ മതിയായിരുന്നു കേട്ടോ ചേട്ടാ. ഞാന് ചീനേക്കാട്ടിലും മമ്മൂട്ടി ചെയ്യുമ്പോൾ ഇതും ചിക്കനും കൂടി ഒന്ന് വറുത്ത് കൊടുക്കട്ടെ പരിപാടിയും കൂടി ഉള്ളൂ കേട്ടേക്ക്. ബാക്കിയൊന്നും ഞാൻ ചെയ്യില്ല. ബാക്കിയൊക്കെ അവരവര്. തക്കാളി വേണ്ടേ ഇതിൻ്റെ എന്തോ സോസ് ഉണ്ടാക്കണ്ടേ? ഞാൻ ചെയ്യാ. നീ രണ്ടുപേരും പാടെ വെള്ളം അതിലും കുറച്ചും കൂടി ലൂസായിട്ടാ. എന്താലേ ഇത്രയും തോനായത് കൊണ്ട് കേട്ടോ. കുറച്ചാണ് വെച്ചാൽ അമ്മു എന്തായാലും ചെയ്യും. ഇത് കുറച്ച് കൂടുതലില്ലേ, അതുകൊണ്ട് അപ്പം അമ്മു കുഴച്ച് തന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഈ ഭാഗത്ത് കൂടെ വരണ്ടാന്നിട്ടുണ്ട് കേട്ടോ. മതി 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 മതി. അതവിടെ ഒരു കുപ്പിയിൽ വെച്ചേക്ക്. ഇത് ഇതാ കണ്ടോ. ശരിക്കില്ലേ മൈദ കുഴക്കാനേ സുഖം അല്ലേ. ഇതാണ്ടോ നീതാ. ഇനിയിപ്പതാ എൻ്റെ അമ്മൂൻ്റെ എന്താ കയ്യും കൊണ്ട് ഇങ്ങനെ നീ ചിക്കൻ വറക്കാളെ ശരിയാക്കി തരണ്ടേ? അവിടെ നിങ്ങടെ ഇറങ്ങ്. എന്താണെങ്കിലോ ഒന്നുമില്ലാത്തൊരു സമയം അല്ലേ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. ഇതടച്ചേക്ക എൻ്റെ കഴിഞ്ഞില്ലേ അമ്മു. നീ ഞാൻ ചിക്കൻ വർക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ. അതിന് ചെറുതാക്കണോ? 3 തക്കാളി, ഒരു വലിയ ഉള്ളി, കുറച്ച് വെള്ളം അല്ലേ. ഉപ്പിടണ്ടേ? നമ്മളെ ഇത് കഴിച്ചത് ഓർമ്മല്ല കേട്ടോ. നമ്മളെ ഇത് കഴിച്ചത് ഓർമ്മല്ല. എന്താ നീ അമ്മു എന്താ നീ ചോറില്ലമ്മ. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണം വിചാരിച്ചന്ന് വൈകുന്നേരത്ത്. പേരക്കുട്ടി എന്താ ഉണ്ടാക്കണത്? ഒരു വിസിലായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. തനിയെ ഓഫ് ആവില്ല. ഏത്? ഇനി അത് തനിയെ ഓഫ് ആവും. ഇത് ഇപ്പൊ തന്നെ പൊട്ടിക്കണോ? ഇപ്പൊ തന്നെ തുറക്കണത്? തക്കാളി, ഉള്ളി,
അമ്മ പറഞ്ഞ പോലെ ഉടക്കിയല്ല, അതാ വെന്തിട്ടുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. ഞാനൊന്നും ചെയ്യണില്ല. നമുക്ക് അമ്മൂനില്ലേ, നമ്മൾ എല്ലാറ്റിനും അമ്മൂൻ്റെ പിന്നാലെ നിൽക്കണം, പക്ഷെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതും കൂടി ഒന്ന്, ഇതിപ്പോ പറഞ്ഞിട്ട് ഏട്ടാ ഞാൻ തന്നെ ചെയ്യണം ഒക്കെ. ആ ഇതൊന്ന് വറക്കും കൂടി. അമ്മ അമ്മ ഓ അമ്മ അറിഞ്ഞോ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത്? ഓ പിന്നെ നന്നായില്ലത്? നീളത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ ക്യാപ്സിക്കം. നീളത്തിലരിഞ്ഞ് വിട്ടാൽ മതി. ചെറുതാക്കി അരിഞ്ഞിട്ടാൽ മതി, പൊടിയായിട്ട്. വല്ലാത്തൊരു ഇങ്ങോട്ട് അതന്നെ, വല്ലാത്തൊരു മുഹബത്താണടി പെണ്ണെ നിന്നോട്. ഒറ്റയ്ക്ക് പോയി നോക്കുന്നേ കുഞ്ഞാ, അമ്മച്ചൻ മലയ്ക്ക് പോയിക്കണടാ. നമുക്ക് ഈ പേസ്റ്റ് ഇട്ടെടുക്കാം. നിങ്ങൾ പഠിച്ചോളി പൊക്കോ. കിച്ചൊക്കെ പോയി പഠിച്ചോ, കിച്ചന്റെ ആവശ്യമുണ്ടല്ലോ. കുറച്ച് മുളക് പൊടി. അച്ചു പോയിട്ട് ഉപ്പ് നിർത്തിപ്പോടി. സുകന്യക്ക് മാത്രം പറ്റിയോന്നു ചേട്ടത്. എനിക്ക് കഴിച്ച ശീലണ്ടേ. സുകന്യക്ക് അത് ഉപ്പും മുളകില്ലാത്ത ഇറച്ചിയേ. വെളുത്തുള്ളിയുടെ ഒരു ചൊയ കണ്ടിരുന്നു, വേറൊന്നുമില്ല അതില്. കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര. ഞാൻ മുളക് പൊടി എന്ന് പറയുന്നത് പഞ്ചസാര. എങ്ങനെ എന്ത് പറഞ്ഞാലും പഞ്ചസാരയിൽ എത്തും അമ്മ. ഇളക്കിയിരിക്കാം. ഞങ്ങളിനി അൽഫാം ഉണ്ടാക്കണം വിചാരിച്ചിട്ടോ. അൽഫാം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അടുത്ത ആഴ്ച നമുക്കില്ലേ അൽഫാം ഉണ്ടാക്കണം. തക്കാളി എങ്ങനെ നോക്കണ്ട്? തക്കാളി ആ സാധാരണ പോലെ എന്താ നമ്മുടെ ഉണക്കമുളകില്ലേ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെയും കുഴച്ചതുണ്ടോ, രണ്ട് ഭാഗമാക്കട്ടെ. ആ നമ്മളില്ലേ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണ്ട ഈ പാത്രത്തിൽ. ഇതിലും കുറച്ചും കൂടി വലുതുണ്ട്, വേണമോ? ഇത് മതിയോ? കുറച്ച് വലുതുണ്ടെങ്കിൽ അതിൻ്റെ താഴെ 2 പാത്രത്തിലും വെക്കാന്ന്. എന്താ 2 കൈ കൊണ്ടും വേണ്ട ലേട്ടാ. നല്ല രസമുണ്ട്. അഭിപ്രായം പറഞ്ഞിട്ടിപ്പോ അത് ബട്ടർ തേച്ചെടുക്കാം. കുഞ്ഞിനൊന്നും ഇഷ്ടമല്ല അത്. കുഞ്ഞാ എനിക്കിഷ്ടണ്ട് പറ കുഞ്ഞാ. കുഞ്ഞിന്റെ അമ്മമാരെ തിന്നാറുണ്ട്. ചിക്കനോടെ കിച്ചു നിങ്ങളൊക്കെ പോയി പഠിച്ച അതാവുമ്പോ വിളിക്കേ. തായോ നീ ക്യാപ്സിക്കം കുഞ്ഞതവിടെ വെച്ചോ. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഈ ചിക്കല്ലേ ഞാൻ ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി എന്താ ഉള്ളി ഇട്ട് കൊടുക്കാം.
കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ചിക്കൻ തോന്നിയിരുന്നോട്ടെ, എന്നാലാണ് ചിക്കൻ കടിക്കാൻ രസമുള്ളൂ. അത് വലിയ കഷ്ണമൊക്കെ ചെറുതാക്കി നമ്മൾക്കല്ലേ, നമ്മളിത് കടയിൽ ചേട്ടാ. കുറച്ച് ടൊമാറ്റോ സോസ്. അമ്മ ഇതൊക്കെ റെഡിയായി മണ്ണിയാക്കിയിട്ട് എൻ്റെ കയ്യിലില്ലേ ചിക്കൻ്റെ കൈ മുറിയല്ല ചിക്കൻ്റെ എന്താ ചിക്കൻ്റെ മുള്ളൂത്തി. ചീസ് ഇട്ട് എന്താ ചീസൊന്നും വലിച്ച വരാത്ത? അമ്മ ബട്ടർ ഇത് ഇതെന്താ അമ്മയ്ക്ക് തോന്നുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് നാളേക്ക് അവ കണ്ട് പഠിക്കാനേ ചെയ്ത് നോക്കാനേ. മതി 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 മതി. കാണിച്ചിട്ട് ഇതാ നമ്മളിത് അമ്മൂന് സന്തോഷം വന്ന് കൈ കൊണ്ട് നോക്കി. കുറച്ച് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. റിപ്പീറ്റ് എല്ലാം ഒന്നും കൂടി ചെയ്താൽ മതി. ടൊമാറ്റോ സോസ് ഒഴിച്ച് തോനെ ചിക്കൻ ഇരുന്നോട്ടെ. മതി മതി മറ്റേ ഇനി ഒന്നും കൂടി അതിക്കുള്ള ചിക്കൻ ഉണ്ടേ. മറ്റേ പോലെ വലിഞ്ഞൊന്നും വരില്ല കേട്ടോ. മുളക് പൊടിയല്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നും അറിയില്ല. ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് അമ്മുട്ടി മാത്രമേ ഇത് കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നുള്ളതും സത്യമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. എന്താ നോക്ക്, മറ്റേ എടുക്ക്. എങ്ങനെ ഉണ്ടാച്ച മറ്റേത് ചെയ്യേ. ഒന്ന് കിട്ടിയപ്പോ ഒന്ന് പാത്രത്തിലാക്കണ്ടേ. കുറച്ചും കൂടി ചീസ് ഇത് കൂടെ വേണ്ടതായിരുന്നു കേട്ടോ. ഇത് കൂടെയൊക്കെ അടിപൊളി 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 ആയിട്ടില്ല. അപ്പൊ തന്നെ വരണ്ട. ഞാനതാ പറഞ്ഞത് ചീസ് അത് നേരെ അടച്ചേക്ക്. പിന്നെ നേരെ അടച്ചിട്ടുണ്ട്, പക്ഷെ അതാ നേരെ അടയുന്നുണ്ട്. അമ്മു കൈ കൊട്ടണു, ഡാൻസ് കളിക്കും. ഇനിയിപ്പോ എന്തൊക്കെ അമ്മുവിന്റെ വക കാണേണ്ടി വരിക. ആ സത്യം. അപ്പൊ ഇനി കഴിച്ചും കൂടി നോക്കണം കേട്ടോ. അമ്മൂല്ലേ എന്താ ഈ മുട്ടയും കൊണ്ടൊക്കെ ഓരോന്നൊക്കെ വെറൈറ്റി പോലെയൊക്കെ ഉണ്ടാക്കട്ടെ. അത് എപ്പ കഴിച്ചു നോക്കിക്കണ ചെറുതാവുമ്പോ. ആരോ ചെറിയ കുട്ടിയുള്ള സമയത്താണ് അനിയേട്ടൻ പാലക്കാട് എക്സിബിഷന് പോയിട്ട് വരുമ്പോ അന്ന് 200 രൂപ മറ്റോ ആയിരുന്നു ചേട്ടാ ചിക്കന്റെ. 299. അങ്ങനെ എനിക്കത് കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായില്ല. കൂനിന്റെ കൊണ്ടത് അല്ലേ? എന്തിന്റെ കൊണ്ടുവന്നു? ചിക്കനാണോ കൂനാണോ? ചീസ് സത്യം പറഞ്ഞ പേക്സ് ഉണ്ടാക്കാൻ സിമ്പിൾ ആണല്ലേ. ഞാൻ നല്ല ടാസ്ക്. അമ്മ പറയണ കേട്ടാ
ഉണ്ടാക്കാൻ സിമ്പിളാണല്ലേന്ന് ഇത്രയേ ഉള്ളൂന്ന്. കളർ കാണിച്ചു കൊടുക്കട്ടാ വീഡിയോയില്. അത് മുറിക്കാൻ മുട്ടി. അല്ല അത് മുറിക്കട്ടെ. എന്താണെന്നറിയോ കുട്ടികള് അത് മുറിച്ചിട്ടത് കഴിക്കാം. ചൂടോടെ ഇനി നമ്മുടെ ഇല്ലാതെ ആവുമ്പോഴേക്കും മുറിച്ച് അതായിട്ട് അമ്മ മുറിക്കൽ കഴിഞ്ഞു. എന്താ എന്താ അപ്പൊ നിക്ക് 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 ആ നമ്മുടെ കുട്ടിക്ക് തരാൻ തന്നെയാണ്. ഇതാണ്ട് ടേസ്റ്റ് ഉണ്ടമ്മ? ചീസ് കമ്മിയായിട്ടോ, തോന വേണമായിരുന്നു. അത് ചീസ് കമ്മിയായിട്ട്. കുഞ്ഞുണ്ണി അവിടെ ചീസ് കമ്മിയായിട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞുണ്ണി അവിടെ അങ്ങോട്ടതാ കഴിച്ചു. ഒരു കുറവുണ്ട്. എന്ത് ചീസിന്റെ രസമല്ലമ്മ അല്ലേ? നീ ഉണ്ടാക്ക്. ഉണ്ടാക്കി തരാൻ എല്ലാരും പഠിക്കാൻ വെക്കാം. ആവശ്യമുണ്ട്. ഇത്ര ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണോന്ന് അറിയില്ല, പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന്. കഴിക്കാൻ രസമുണ്ട്. എല്ലാ കാര്യത്തിനും അമ്മൂനെ മുൻകൈ എടുക്കണം. പിന്നെ 10 രൂപ ഉണ്ടാക്കും. 10 രൂപ ഇത് ആദ്യം കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഉള്ളിയൊക്കെ ഇതിക്കാം. സോസ് ഒഴിക്കാം. എങ്ങനെയുണ്ട്? ഇനി എന്റെ അച്ചുവിന്റെ വക അടുത്ത പരീക്ഷണം. അച്ചു ഇഷ്ടായില്ലേ? നീ മേമയ്ക്കൊക്കെ കൊടുക്കട്ടെ. ഒന്നെടുത്തിട്ട് നമ്മള് എല്ലാരും കഴിച്ചു. അയ്യോ ഇതെന്താ പുറത്തേക്ക് കളയല്ലേ? ഇത് കുറച്ച് കൂടുതലായിട്ടോ. അടുത്തതിൽ വേണ്ടേന്ന് പറഞ്ഞിട്ട് 2-3 വേണം. ആ ഇങ്ങനെ ഉരയ്ക്കണ പോലത്തെ ചീസ് വേണം. അത് നമ്മുടെ ഇവിടെ ഇന്നലെ 4 കടയിൽ പോയിട്ട് ഈ സാധനം കിട്ടണ്ടേ അമ്മ. ചീസോന്ന് പറയുമ്പോ എന്താ ചീസ് പറയുമ്പോ കണ്ടില്ലേ ആൾക്കാർ ഇതെന്താ സാധനം പറഞ്ഞിട്ട് അറിയാണ്ട്. ഇറച്ചിട്ടിട്ടില്ലേ? ആവേശം കൂടിയോ? ആവശ്യം കൂടി. ഇങ്ങനത്തെ സ്ലൈസ് അവിടെ കിട്ടുമല്ലോ. അല്ല തെങ്ങിനേലും കിട്ടിയതുകൊണ്ടപ്പോ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിക്കൻ വാങ്ങുമ്പോ ഉണ്ടാക്കല്ലേ? നിങ്ങൾ ഇവിടെ എല്ലാരും കൂടെ സൗണ്ട് ആക്കണ്ട വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാൻ പറയുന്നു. ആൾക്ക് കുറെ ഉള്ളി ക്യാപ്സിക്കം വേണ്ടാന്ന്. ക്യാപ്സിക്കം വേണ്ടേ? അത് മുളകല്ലത്. മുളകല്ലടാ. എരിയില്ലാതെ
വെറുതെ അല്ല ആൾക്കാരിത് വാങ്ങണത് അല്ലേ? ഇത്രയും ടേസ്റ്റുള്ള ചിലത് ഇങ്ങനെ വലിക്കുമ്പോൾ അല്ലേ ചീസ് ഇങ്ങനെ പറഞ്ഞിട്ട് വരും. അതന്നെയാണ് ഇതിന് വില കൂടുതലേ. ഈ 5 സ്ലൈസിന് 85 രൂപ. ഞാൻ ചെറുതാക്കണ്ടതാണ്ടോ. ഇനി ഒന്നും കൂടി ഇല്ലേ മുട്ടി ചീസ്? മതി മതി മതി. പക്ഷെ നല്ല ചീസ് വേണം. നിങ്ങൾക്ക് എപ്പോഴും ഇത് ഉപകാരത്തിലുള്ളൊരു വീഡിയോ. ചിക്കൻ കറി ചീസ് മേടിക്കണം. ചീസും കൊണ്ടുള്ള ഇതാണ്ടോ നോക്ക്. ഉണ്ടോ ഇത്? ഇനി ഇതങ്ങനെ അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ പറയണേ. ഒറിഗാനോ കൂട്ടും. പക്ഷെ ആ സാധനം ഒന്നും ഇവിടെ കിട്ടാല്ല കേട്ടോ. കിട്ടണ രീതിയിൽ നമ്മൾ നമ്മുടെ രീതിക്കാണ് കേട്ടോ ഉള്ളത് കൊണ്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കൂ. വെറുതെ പറയല്ല കേട്ടോ. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞു? സൂപ്പർ. എങ്ങനെയുണ്ട് പൊന്നോ? കണ്ടോ? അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് കണ്ടാൽ തന്നെ കണ്ടറിയുന്നില്ലേ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങണതിൻ്റെ ആ ഒരു ഇതില്ലേ. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ എന്താ അതുകൊണ്ട് നമുക്കില്ലേ മുറിക്കുമ്പോൾ ഇതുണ്ടോ കുറച്ച് സമയപ്പെട്ടിട്ട് വേണമല്ലേ ഏട്ടാ ആ സംഭവം വേണമായിരുന്നു അല്ലേ ഇത് മുറിക്കുന്നത്. ഓരോ സൈഡിലേക്കായി പോകും. നല്ല മൂർച്ച. ഞാൻ മുറിക്കാം. ഏട്ടൻ എന്താ നമുക്ക് ശരിയായിട്ടോ. ഇത് ഇനി ചെറുതാക്കാൻ വേണ്ട, അത് ചെറുതാക്കാം. അപ്പം അത് ഇവിടെ എല്ലാവർക്കും തികയണ്ടേ? തികയ്ക്കാം അമ്മേ. ശിശിയോ? ശിശിയല്ല, പിസ. പിസ്സ നിൽക്കുന്ന മുറിക്കട്ടെ പോലെ നമ്മളില്ലേ ആദ്യത്തെ ഇതും കൊണ്ട് ഇങ്ങനെ ശരിയാവോന്ന് അറിയാത്ത കൊണ്ട് 1/2 കിലോ മൈദമാവും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ ശരിക്ക് 1 കിലോ മൈദയും കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനുള്ള ഇറച്ചിയും കാര്യങ്ങളായിട്ട് ഇനി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഉണ്ട് കേട്ടോ കുറച്ചിരിക്കണോ. അത് ഞാനെല്ലാം മസാലയൊക്കെ തിരുമ്പി വെച്ചു ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ. ഓ വേവയ്ക്ക് അതെടുക്ക്, ഇതെടുക്ക്, അതെടുക്ക്. അതവിടെ ഉണ്ടാക്കണ്ടേ. മേമേനെ പോയിട്ട് വിളിച്ചിട്ട് വാ കുഞ്ഞുണ്ണീനി. നന്നായിക്കണോ? രസമുണ്ടോ സജീട്ടാ? അത് ചിക്കനാണ്, അത് സാറില്ല അടിക്ക. കുഞ്ഞുണ്ണീനെ വിളിക്കേ. കുട്ടിക്ക് എന്നാലേ തിന്നാൻ പറ്റുമോ? കുട്ടിക്ക് വലുതാക്കി തിന്നാൻ പറ്റില്ല. രസമുണ്ടോ? സോസ് അത് അവിടെ ഉണ്ടേ. ഓട് പൊണ്ണൂഷിന് വലുതാണല്ലോ. 2 കൈ പിടിക്ക്, 2 കൈ പിടിക്ക്. അങ്ങനെ പാത്രം വേണോ? ഒരു പാത്രത്തിൽ വെച്ചെടുത്ത കുട്ടിക്ക്, ആ പ്ലേറ്റിൽ വെച്ചെടുത്ത. കുഞ്ഞുണ്ണി വാടാ. അമ്മയെ വിളിക്കടാ. വാവേ, വാവണ്ണി ഇവിടെ എത്തി. പഠിപ്പ് ചോദിക്കുന്ന അമ്മയുടെ അത് മതി, എത്തുന്നത് മതി. എടുക്ക്, ഇതെടുത്തടാ ഉണ്ണീത വലുതേ. അത് മുളകല്ല. എന്തിനു പേടിക്കുന്ന? നീ കഴിച്ചു നോക്ക്.
ആദ്യം അവനൊന്ന് ഒരു കഷ്ണം കൊടുക്ക്. ഇത് മുളകല്ല മുത്തേ, സോസാണേ. അത് ടൊമാറ്റോ സോസാണ്, മുളകല്ല. അത് കാപ്സിക്കാണേ. അങ്ങനെ എടുത്ത് കഴിക്ക്. ചോറ് അങ്ങനെ കഴിക്കട്ടോ. അങ്ങനെ അതാണ്, കഴിച്ചു നോക്കിയല്ലേ അറിയോ. കഴിച്ചു നോക്കിയല്ലേ അറിയോ. ഇനി ഇവിടെ ചീഫ് ഗസ്റ്റ് കഴിച്ചോക്ക് സുകന്യെ, ഞെട്ട് നീ. അടുത്തത് ഇട്ടേട്ടാ. അത് കറ്റിട്ട് സുകന്യക്ക് ഇഷ്ടാവോ നോക്കട്ടെ. അല്ല എങ്ങനെന്താ അഭിപ്രായം? ആ ശരി 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 ശരി. നിയമ ചിരിക്കാത്തോണ്ടാണ് ശരിയാവാത്ത. കുഞ്ഞച്ഛൻ എന്താ പറഞ്ഞാൽ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസും കൂടി കൊണ്ട് കൊടുക്കണം. ഇഷ്ടായില്ലേ? സൂപ്പറല്ലേ? കേമായിട്ടുണ്ട് എല്ലാവരും. അമ്മയ്ക്ക് മതിയായി ഇത്രയും. അമ്മല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അപ്പൊ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. അമ്മ ഒരു പീസ് കഴിച്ചു, കുട്ടികളൊക്കെ 2 പീസ്. ശരിക്കും പറഞ്ഞു വെച്ചല്ലേ ഇത് തികഞ്ഞില്ല അല്ലമ്മ. വലിയൊരു പിന്നെ ഓരോ കഷ്ണം ഇപ്പൊ മതിയല്ലോ. അപ്പൊ നാളെ കാണാട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത്, അമ്മുട്ടി ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണേ. നമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാന്നാ പറഞ്ഞിരിക്കണത്. അമ്മ ആദ്യം പറഞ്ഞു കേട്ടോ, നന്നായിട്ടില്ലെങ്കിലും കഴിക്കണേ പറഞ്ഞു. സത്യമായിട്ടും നന്നായിട്ടുണ്ട്. ആയില്ലമ്മ? നന്നായിട്ടൊക്കെ ഉണ്ട്. അമ്മ അങ്ങോട്ട് തിരിഞ്ഞേക്കുമ്പോ എന്താ നന്നായിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പൊ നാളെ കാണാം.